ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഷോപ്പിംഗ് വ്ളോഗിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്കൊരു നിക്കാഹ് ഉണ്ട് എന്നല്ലേ. ആ നിക്കാഹിനാട്ടോ നമ്മൾ പോണത്. അതിനാട്ടോ ഞാൻ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മളുടെ ഉപ്പാൻ്റെ എളാപ്പാടെ പേരക്കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോയത്. കയറിയ പാടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം സീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ വേഗം ഉള്ളിൽ പോയിട്ടാണ്, കുട്ടികളെ കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേഗം ഉള്ളിൽ പോയി. പുറമേ ഒക്കെ ഭയങ്കര ഗാനമേളയും പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കണം കേട്ടോ എല്ലാവരും. ഞാനിതാ പുറത്ത് പോവും, അകത്ത് കയറും, അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. മക്കൾ ഒതുങ്ങി നിൽക്കണുണ്ടായിരുന്നില്ല. ഒരു വിധമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത്. ഇത് ചെക്കനെ നമ്മൾ സ്റ്റേജിലേക്ക് ആനയിച്ച് കൊണ്ടുപോകാം കേട്ടോ. നമ്മൾക്ക് ഇഷ്ടം പോലെ എൻ്റർടൈനേഴ്സ് ആട്ടോ. പുറമേ നിന്നൊന്നും ആളെ വിളിക്കേണ്ട ആവശ്യമില്ല. അത്രയും എൻ്റർടൈനേഴ്സ് ഉണ്ട്. പാട്ടുകാരായിട്ടും ഡാൻസുകാരായിട്ടും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ. നമ്മളുടെ ഫാമിലി തന്നെ മൊത്തത്തിൽ എൻജോയ് ചെയ്തിട്ടാ നമ്മളുടെ പരിപാടിയൊക്കെ. നമ്മൾ ക്ലോസ് റിലേറ്റീവ്സും എന്താ പറയുക നെയ്ബേഴ്സും മാത്രമുള്ള ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. ഭയങ്കര വലിയൊരു ഫംഗ്ഷനല്ല, എന്നാലും പറ്റ കുഞ്ഞേ ഫംഗ്ഷനും അല്ല. നമ്മുടെ കല്യാണം ഇനി വേറെ വരാൻ പോകുന്നുണ്ട്. ഇത് നിക്കാഹിൻ്റെ തലേ ദിവസമാണല്ലോ. പിന്നെ നമ്മളെ ചായടിക്കാർ എപ്പോഴും ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വരുമ്പോൾ തുടങ്ങിയ ചായടിയാണ്. പിന്നെ എൻ്റെ ആമിദൂന് പാല് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചൂടാറ്റി കൊടുത്തു. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഫസ്റ്റ് കാണിക്കാനൊന്നും സമയം കിട്ടിയില്ല. വേഗം ധൃതി പിടിച്ചിട്ട് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന്. എല്ലാവരും വന്നിട്ടുണ്ട്, ഫംഗ്ഷൻ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇഷ്ടമായോ? പിന്നെ അത് ആ വീടിൻ്റെ ഉള്ളിലൊക്കെ കാലിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും പോയി. ആരും പോയിട്ടില്ല കേട്ടോ. എല്ലാവരും പുറത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് അവിടെ ആരും പോയിട്ടില്ല. ചെറിയൊരു മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ബാധിച്ചിട്ടില്ല കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ മക്കൾ ഇതെപ്പോഴും എൻ്റെ മേല് കിടന്നിട്ട് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് പന്തൽ പോയിരുന്നു. എനിക്കും കാണാനൊരാഗ്രഹം. അപ്പോൾ ഞാനും പന്തൽ പോയിരുന്നു. പറ്റണ പോലൊക്കെ എന്താ പറയുക അവരേറ്റ് അവിടെ ഇരുന്നു. മറ്റാൾ ജീരകമിഠായി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. ഓരോന്നിനെ നീപ്പിച്ചു കൊണ്ടുപോയി. അപ്പോൾ നിക്കാഹിൻ്റെ തലേ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് പോയി. ഇനി നിക്കാഹായിട്ട് പിന്നെ വരാം കേട്ടോ.